ഹൗ ഇൻ്റർനെറ്റ് ഈസ് ചേഞ്ചിങ് ദ വേ വി തിങ്ക്, റീഡ് ആൻഡ് റിമെമ്പർ എന്നൊരു പുസ്തകമുണ്ട്. അതായത് ഈ കണ്ടിന്യൂസ്ലി നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഉപയോഗം നിങ്ങളുടെ ചിന്തകളെ, മെമ്മറിയെ എങ്ങനെ ബാധിക്കുന്നു. നീഷെ എന്ന് പറയുന്നൊരു ജർമ്മൻ ഫിലോസഫർ ഉണ്ടായിരുന്നു. നീഷെ എത്ര പേര് കേട്ടേണ്ടെന്ന് അറിഞ്ഞൂടാ. ജർമ്മൻ പ്രൊഫസറായിരുന്നു. മനോഹരമായ പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം കുതിരപ്പുറത്തുനിന്ന് വീണപ്പോൾ അയാളുടെ തലയ്ക്കടിയേറ്റ് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു. അപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ എഴുതാനൊക്കെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. മികച്ച എഴുത്തുകാരൻ, മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്ന ഒരാൾ, അയാൾക്ക് എഴുതാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ആ നാട്ടിലെ അന്നത്തെ ഏറ്റവും വലിയ ടൈപ്പ് റൈറ്റിംഗ് കമ്പനി, വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു സ്പെഷ്യൽ ടൈപ്പ് റൈറ്റർ ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ ഒരു പൊസിഷൻസൊക്കെ പറഞ്ഞു കൊടുത്തു. അവർക്ക് ചെറിയ കാഴ്ചയിലും ടൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നീട് നീഷെ പുസ്തകങ്ങൾ എഴുതിയത് ഈ ടൈപ്പ് റൈറ്റർ വെച്ചിട്ടാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾക്കൊക്കെ ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഭാഷ കുറച്ചുകൂടി ഹാർഷാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളിൽ സ്നേഹത്തെക്കാളും കുറച്ചുകൂടി ഒരു ഇറിറ്റേഷനും അങ്ങനെ കുറേ ഒരു മൊത്തത്തിൽ സ്റ്റൈൽ മാറുന്നു. നമ്മൾ സ്ഥിരം ഫോളോ ചെയ്യുന്ന ഒരാളുടെ നേച്ചർ മാറുന്നത് വായനക്കാരന് പിടികിട്ടും. നീഷയോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, സർ, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ്, അങ്ങ് ആ കുതിരപ്പുറത്തുനിന്ന് വീണതിന് ശേഷം അങ്ങേക്ക് മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? കണ്ണിൻ്റെ കാഴ്ച കുറയാന്ന് ഒരാൾ ഇമോഷണലി ബാധിക്കും. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ ചോദിച്ചത്? അങ്ങയുടെ പുതിയ പുസ്തകങ്ങളിലൊക്കെ ഒരു ദേഷ്യം, ഫ്രസ്ട്രേഷൻ. അപ്പോൾ അദ്ദേഹം ആലോചിച്ചിട്ട് പറഞ്ഞു, ഐ തിങ്ക് ഇറ്റ് ഈസ് ദ ടൈപ്പ് റൈറ്റർ. പുസ്തകം പേനയും പേപ്പറും വെച്ച് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക, വളരെ ശാന്തമായിട്ടുള്ള ഒഴുക്കാണ്. ടൈപ്പ് റൈറ്റിംഗ് ഇങ്ങനെയാണ്. നമ്മുടെ ബോഡി കൂടുതൽ എനർജി ഉപയോഗിച്ച് ഒരു മാധ്യമത്തിന് ടൈപ്പ് ചെയ്യുമായ അറിയാതെ മനസ്സ് കൊണ്ടുതരുന്ന വാക്കുകൾ അല്പം ഹാർഷായ വാക്കുകളാണ്. നീഷെ എന്ന് പറയുന്ന ജർമ്മൻ ഫിലോസഫർ ഒരു ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലും അദ്ദേഹത്തിൻ്റെ എഴുത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ 24/7 ഈ മൊബൈൽ ഉപയോഗിക്കുന്ന, ഇൻസ്റ്റഗ്രാമിലിരിക്കുന്ന, സ്നാപ്ചാറ്റിലിരിക്കുന്ന, യൂട്യൂബ് വീഡിയോസുകൾ നിരന്തരം സ്ക്രോൾ ചെയ്യുന്ന നമ്മൾ എത്രത്തോളം നമ്മുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയേണ്ട